കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം ഇലക്ട്രിക് ലൈനിൽ നിന്നും ബിൽഡിംഗിലേക്ക് ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ചിട്ടുള്ള ഇലക്ട്രിക് ലൈൻ ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ആണെങ്കിൽ ബിൽഡിങ്ങിൽ നിന്നും ഇലക്ട്രിക് ലൈനിലേക്കുള്ള ഹൊറിസോണ്ടൽ ക്ലിയറൻസ് 1.2 മീറ്റർ നൽകേണ്ടതാണ്. ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ബിൽഡിങ്ങിന് മുകളിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ വെർട്ടിക്കൽ ക്ലിയറൻസ് 2.5 മീറ്റർ നൽകേണ്ടതാണ്. വോൾട്ടോ അതിനു മുകളിലോ ഉള്ള ഹൈ വോൾട്ടേജ് ലൈൻ ആണ് നിങ്ങളുടെ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ച് ഉള്ളതെങ്കിൽ 2 മീറ്റർ ഹൊറിസോണ്ടൽ ക്ലിയറൻസ് നൽകണം. അതുപോലെ തന്നെ വെർട്ടിക്കൽ ക്ലിയറൻസ് 3.7 മീറ്ററും നൽകേണ്ടതുണ്ട്. ഇനി 33,000 വോൾട്ടിന് മുകളിലുള്ള എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ലൈൻസ് ആണ് നിങ്ങളുടെ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ച് ഉള്ളതെങ്കിലും ഹൊറിസോണ്ടൽ ക്ലിയറൻസ് 2 മീറ്ററും വെർട്ടിക്കൽ ക്ലിയറൻസ് 3.7 മീറ്ററും നൽകിയാൽ മതിയാകും. എല്ലാ അഡീഷണൽ 33,000 വോൾട്ട് ഇൻക്രീസ് ഉണ്ടാവുമ്പോഴും വെർട്ടിക്കൽ ക്ലിയറൻസിൻ്റെയും ഹൊറിസോണ്ടൽ ക്ലിയറൻസിൻ്റെയും കൂടെ 3 മീറ്റർ അഡീഷണലായി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് 66,000 വോൾട്ടേജ് ലൈനാണ് നിങ്ങളുടെ ബിൽഡിങ്ങിനോട് അനുബന്ധിച്ച് ഉള്ളതെങ്കിൽ വെർട്ടിക്കൽ ക്ലിയറൻസ് 6.7 മീറ്ററും ഹൊറിസോണ്ടൽ ക്ലിയറൻസ് 5 മീറ്ററും നൽകേണ്ടി വരും. ഇലക്ട്രിക് ലൈൻ കോണ്ടാക്റ്റ് മൂലം ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകൾ ഇല്ലാതാക്കുന്നതിന് കേരള ബിൽഡിംഗ് റൂളിൽ പ്രതിപാദിച്ചിട്ടുള്ള ക്ലിയറൻസ് ഇലക്ട്രിക് ലൈനിൽ നിന്നും കൃത്യമായി നൽകേണ്ടതാണ്. കേരള ബിൽഡിംഗ് റൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.